ഹലോ കൂട്ടുകാരി, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായിട്ട് ഞാൻ റിവ്യൂ വീഡിയോസും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പ്രോപ്പറായിട്ടൊരു വ്ളോഗൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നതിൻ്റെ കാര്യം ആ ഒരു മൈൻഡിലായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം എക്സാം മക്കളുടെ ആയിരുന്ന സമയത്ത് അതിൻ്റെ ഒരു തിരക്കായിരുന്നു. എക്സാം കഴിഞ്ഞ പാടെ രണ്ടുപേർക്കും പനിയും വയ്യായും ഒക്കെ ആയപ്പോൾ നമ്മൾ ആകെ ഒരു ഡള്ളായിപ്പോയി. മക്കൾക്ക് വയ്യാതായി കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു എനർജിയും ശരിക്കും പറഞ്ഞാൽ ആകെ ലോ ആവും ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ അവർ ഒരു ദിവസം ക്ലാസ്സിൽ പോയി കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ആ ദിവസം ക്ലാസ് കഴിഞ്ഞ് വന്ന ശേഷമുള്ളൊരു റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഹോളൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ച് വാരിയിടാണ്. ലിവിങ് റൂം ഞാനൊന്ന് ചെറിയ മേക്ക് ഓവർ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബ്രൂം ഞാൻ പുതിയതായിട്ട് വാങ്ങിയത് കേട്ടോ. പുല്ലുചൂല് വെച്ചാൽ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുചൂലാണ്. പക്ഷേ ഇതിൻ്റെ റോഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് ബെഡിൻ്റെ അടിയിലും സോഫയുടെ അടിയിലൊക്കെ അടിച്ച് വരാനായിട്ട് കുറച്ചുകൂടി സൗകര്യമാണ്. പക്ഷേ അതിൻ്റെ ആ റോഡ് ഇങ്ങനെ വലിപ്പം വെക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ടല്ലോ, അത് ഭയങ്കര ടൈറ്റായിട്ട് എനിക്ക് തോന്നി. അത് മാത്രമേ ഒരു ഫോൾട്ട് തോന്നിയുള്ളൂ. പിന്നെ കൈ കുറച്ച് കഴക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. അത് ആദ്യമായിട്ട് യൂസ് ചെയ്യണോണ്ടാവാം. ഉപയോഗിച്ച ശേഷം വഴിയെ പറയാം അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. അപ്പം ക്ലാസ് വിട്ട് വന്ന ശേഷം രണ്ടുപേരും കുളിച്ച് ഫ്രഷൊക്കെ ആയി. ഈ പറഞ്ഞ പോലെ അസുഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വന്ന വശം തന്നെ നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ്, പ്രത്യേകിച്ച് മഴ സീസണിൽ. അപ്പോൾ ഞങ്ങൾ മാമേർത്തിൻ്റെ ഒരു സ്പ്രേ ഉണ്ട്, കൊതുകടി കൊള്ളുമ്പോൾ ആ ഇറിറ്റേഷനും കാര്യങ്ങളും പോകാനും കൊതു അധികം കടിക്കാതിരിക്കാനും. അപ്പോൾ അതിലൊരു ഓയിൽ പോലെ, അപ്പോൾ അതിൻ്റെ മണം കാരണം കൊതു അധികം കടിക്കില്ല. ആ സ്മെല്ല് കാരണം ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പോൾ ഞാനിത് 3.5 വർഷമായിട്ട് ഈ ഒരു സെയിം സംഭവം എനിക്കും വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട്. കാരണം എനിക്കും കൊതു കടിച്ചാൽ ഭയങ്കര ചൊറിച്ചിൽ പോലെയാണ്. മഴ സമയത്താണ് കൂടുതൽ ഞങ്ങളിത് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായി വന്ന ശേഷം ചെറുതായിട്ട് ഇതൊന്ന് സ്പ്രേ ചെയ്ത് വൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ മാമേഴ്ത്ത് ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. അതോടൊപ്പം തന്നെ മെയ്ഡ് സേഫ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. ഒരുപാട് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ചെയ്യുന്നൊരു ബ്രാൻഡും കൂടിയാണ്. പിന്നെ പ്ലാന്റ് ഇനീഷ്യേറ്റീവും കൂടിയുള്ളൊരു, അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അവരെ വാങ്ങിയാൽ അവരതിന് പകരമായിട്ട് ഒരു ചെടിയും കൂടി നടുന്നുണ്ടെന്നാണ് അവർ. അപ്പോൾ 2025 ആകുമ്പോഴേക്കും കുറേ പ്ലാന്റ്സ് വെക്കാനുള്ള ഇനീഷ്യേറ്റീവും കൂടി അവർ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മാമേഴ്ത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിൽ ഈ പ്രൊഡക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഹെൽന 2022 എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിച്ചാൽ ഏത് പ്രൊഡക്റ്റിനും നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. ഇനി നിങ്ങൾ നോർമൽ ആമസോൺ, ഫസ്റ്റ് ക്രൈ, നൈക്ക, പേർപ്പിൾ എന്നിങ്ങനെയുള്ളതിലൊക്കെ കിട്ടും. പക്ഷേ ഡിസ്കൗണ്ട് കോഡ് ആകെ ഈ മാമേഴ്ത്തിൻ്റെ വെബ്സൈറ്റിലും ആപ്പിലേ കിട്ടുള്ളൂ. പിന്നെ ഞാൻ സാധാരണ ചെയ്യാറുള്ളത് ഇങ്ങനത്തെ ഓൾ ഔട്ടോ അങ്ങനെ എന്തെങ്കിലും ഓൺ ചെയ്ത് വെക്കും. അത് വൈകുന്നേരം 6 മണിയാകുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ്. അത് കഴിഞ്ഞാൽ വാതിലുകളും ജനലും എല്ലാം തന്നെ 6 മണിയാകുമ്പോഴേക്കും അടച്ചിടും. അപ്പോൾ കൊതു അധികം അകത്തോട്ട് വരില്ല. പിന്നെ ഈ പറഞ്ഞ നമ്മൾ കൊതുകുതിരിയിൽ അങ്ങനത്തെയൊക്കെ കുറേ നേരം കണ്ടിന്യൂസ് വെക്കാറില്ല. അതിൻ്റെ സ്മെല്ല് നമുക്ക് നല്ലതല്ല. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലിവിങ് റൂമിലാണ് നമ്മൾ കൂടുതൽ ടൈം വൈകുന്നേരം ഇരിക്കാറ്. അപ്പോൾ അവിടുത്തെ കൊതുകൊക്കെ ഒന്ന് പോയി നമുക്ക് ഇരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ജനാലും അതിലടച്ചാൽ തന്നെ ഒരു പരിധി വരെ കൊതുക് വരുന്നത് നമുക്ക് ഒഴിവാക്കാം 6 മണിയാകുമ്പോൾ. അപ്പോൾ ഞാനിന്ന് നേരത്തെ പറഞ്ഞല്ലോ, ലിവിങ് റൂം ഞാനൊന്ന് മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. വലിയ മേക്ക് ഓവറല്ല, ചെറിയൊരു മേക്ക് ഓവർ. ഞാൻ അധികം മേക്ക് ഓവേഴ്സ് ലിവിങ് റൂമിൽ ഡൈനിങ് ഏരിയയിലൊന്നും ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെല്ലാവരും കൂടി ഇരിക്കുന്നൊരു സ്പേസാണ്. നമ്മൾ കുറേ അതും ഇതൊക്കെ ചെയ്ത് വെച്ചാൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ എളുപ്പമല്ല, എല്ലാവരും കൂടി ഉപയോഗിക്കുന്നതല്ലേ. ഞാൻ കൂടുതൽ ചെയ്യാറ് എൻ്റെ റൂമിലും അതുപോലെ തന്നെ ഞാനിരിക്കുന്ന ടേബിളും അതിന് ചുറ്റുമുള്ള സറൗണ്ടിങ് മാത്രമാണ് ഞാൻ കൂടുതൽ മേക്ക് ഓവർ ചെയ്യാറുള്ളൂ. മക്കളുടെ റൂമായാൽ പോലും മേക്ക് ഓവറൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോഴേക്കും അത് പഴയ ആകൊരു, നിങ്ങൾക്ക് അറിയാമല്ലോ കുട്ടികളുടെ റൂം അവരെങ്ങനെയാണ് നോക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിലൊക്കെയാണ് വെക്കണത്. അപ്പോൾ ഞാൻ ലിവിങ് റൂം ഇപ്പോൾ ഒന്നിങ്ങനെ മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, മെയിനായിട്ട് നമുക്ക് വയ്യായും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അത് മൊത്തത്തിൽ നമ്മുടെ ആ ഒരു എനർജി പോയി നമ്മൾ ഡൾ ഫീലാണ്. അപ്പോൾ നമ്മുടെ വയ്യായൊക്കെ മാറി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചുകൂടി എനർജറ്റിക് ആവണമെങ്കിൽ നമ്മുടെ സ്പേസൊക്കെ ഒന്ന് നമ്മൾ ഫ്രഷ് ആക്കി കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ലൊരു ഇത് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കേർട്ടൻസ് എല്ലാം തന്നെ മാറ്റുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സോഫയമേ കുറച്ച് കുഷ്യൻസൊക്കെ മാറ്റി അങ്ങനെ ഒരു ചേഞ്ച് വരുത്താണ്. അപ്പോൾ നമ്മൾ ലിവിങ് റൂം ചെറുതാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ റൂമുകൾ അങ്ങനെ ഭയങ്കര വലുതല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ലിവിങ് റൂമിൽ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ലൈറ്റായിട്ടുള്ള കേർട്ടൻസ്, ലൈറ്റ് കളർ കേർട്ടൻസ്, അധികം ഡിസൈൻ ഇല്ലാത്ത കേർട്ടൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ റൂമിന് കുറച്ചും കൂടി ഒരു വലിപ്പം തോന്നുകയും ചെയ്യും. നല്ലൊരു വെളിച്ചം റൂമിലേക്ക് വരും. എനിക്ക് കൂടുതൽ ഇഷ്ടം വൈറ്റോ ലൈറ്റ് പീച്ചോ അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള ഏത് കളേഴ്സ് ആയാലും നല്ല ഭംഗിൻ്റെ ആയിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഞാൻ വൈറ്റ് കളർ കേർട്ടൻ നമ്മുടെ ബെഡ്റൂമിൽ ഉപയോഗിച്ചതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു ഗോൾഡൻ കളർ പോലത്തെ ലൈറ്റ് ഗോൾഡൻ കളർ ഉണ്ട്. അത് രണ്ടുമാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ. പക്ഷെ നമ്മുടെ കയ്യിലും പഴയ കേർട്ടൻസൊക്കെ ഇരിക്കുന്നുണ്ട്, പ്രിൻ്റ് ഉള്ളത്. അതുള്ളെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ലൈറ്റ് കളറാവും നല്ലത്. സോഫ നമ്മുടെ വന്നിട്ട് ഒരു ബ്രൗൺ കളർ സോഫയാണ്. ഇത് ആദ്യം ഈ കളറായിരുന്നില്ല, കുറേ ഡിസൈനൊക്കെ ഉള്ളൊരു ഇതായിരുന്നു. പിന്നീട് നമ്മൾ ബ്രൗൺ ആക്കിയതാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടമായിരുന്നത് ലൈറ്റ് കളറായിരുന്നു. പക്ഷേ കുട്ടികളുള്ളതുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർ ചാടി കയറിയൊക്കെ നിൽക്കുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പമല്ലാത്തതുകൊണ്ട് ബ്രൗൺ കൊടുത്തത്.
നമ്മൾ കുഷൻ കവേഴ്സ്, ഈ കുഷൻ കവേഴ്സ് വയ്ക്കുന്ന 16 ഇഞ്ചിൻ്റെ കുഷൻ കവേഴ്സാണ്. ഒരു സാറ്റിൻ പോലത്തെ മെറ്റീരിയലാണ്, പെട്ടെന്ന് ചുളിയുന്നൊരു മെറ്റീരിയലാണ്. പക്ഷെ നമ്മൾ ആ കുഷ്യന്മ അത് ഇട്ട് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അത് ആ ചുളിവൊക്കെ നീർന്ന് ശരിയാവും കേട്ടോ. പിന്നത്തെ കാര്യമാണത്, ഈ കുഷ്യൻസ് ഉണ്ടല്ലോ അത് 16 ഇഞ്ചിൻ്റെ കുഷ്യൻസാണ്, 16 ഇഞ്ചിൻ്റെ കുഷ്യൻ കവേഴ്സുമാണ്. ഇതിൽ 12 ഇഞ്ചിൻ്റെ കുഞ്ഞിതും വരുന്നുണ്ട്, 24 ഇഞ്ചിൻ്റെ വലിയ കുഷ്യനും വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിലിപ്പോൾ ഇത് 5 എണ്ണം ഉണ്ട്, പിന്നെ കുഞ്ഞിതും ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ മാറി ഇത് ഉപയോഗിക്കും ആവശ്യം അനുസരിച്ച്. ഈ പറഞ്ഞ പോലെ സെറ്റ് ചെയ്യുമ്പോൾ കുഷ്യൻസും കാര്യമൊക്കെ നമ്മൾ ഭംഗിയാക്കി വെച്ചാലും കുറേ കഴിഞ്ഞ് വൈകുന്നേരം മക്കൾ വരും ടി വി കാണാതിരിക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിക്കളയും കേട്ടോ. ഞാനതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ആ നേരത്തേക്ക് ഒരു ഭംഗി അത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഞാൻ പണ്ടേ എൻ്റെ പഴയ വീഡിയോസ്, അതായത് 3 വർഷം മുമ്പത്തെ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. നമ്മുടെ സോഫ അന്ന് ഇങ്ങനെയല്ലായിരുന്നു, റീകുഷനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കാണാൻ അത്ര ഇതില്ലാത്തതുകൊണ്ട് ഞാൻ സ്ഥിരം ചെയ്തിരുന്നൊരു കാര്യമാണ് ബെഡ്ഷീറ്റ് വെച്ചിട്ട് കവർ ചെയ്യുക എന്നുള്ളത്. അന്നൊക്കെ എൻ്റെ കയ്യിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഷീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത്ര ഭംഗി തോന്നാറില്ല. പ്ലെയിൻ ഷീറ്റ് ബെഡ്ഷീറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇങ്ങനത്തെ സോഫയാണെങ്കിൽ നിങ്ങൾക്ക് കവർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ സോഫയുടെ ലുക്കൊന്ന് മാറും. ഭയങ്കര സൂപ്പർ അല്ലെങ്കിലും നമുക്കൊരു സന്തോഷം, വേറൊരു കളറൊക്കെ നമുക്ക് ആക്കാം. എനിക്ക് പൊതുവേ ഞാൻ പറയാറുണ്ടല്ലോ, കളേഴ്സൊക്കെ മാറ്റി മറിച്ചൊക്കെ ചെയ്യുന്നത് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ടാണ്. ചിലപ്പോൾ ഇത് ഇങ്ങനെയൊന്നും താല്പര്യമില്ലാത്തവർക്ക് കാണുമ്പോൾ പെട്ടെന്ന് തോന്നും ഇത് എന്തിനും ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന്. പക്ഷേ എനിക്കെന്തോ ഈ ഇങ്ങനെയൊക്കെ ഒരു സ്പേസ് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ആ ഒരു ഫീല് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു ഡബിൾ ബെഡ്ഷീറ്റായിരുന്നു, അതായത് ക്വീൻ സൈസ് എന്ന് പറയും ഇതിനെ. ഇതിനെക്കാട്ടും വലിയ ബെഡ്ഷീറ്റ് ഉണ്ട്, കിങ് സൈസ്. അത് ഈ സോഫയമ്മയ്ക്ക് കവർ ചെയ്യാൻ ഭയങ്കര വലുപ്പമായിരിക്കും. പിന്നെയുള്ളത് സിംഗിൾ സൈസ്, അതാണെങ്കിൽ ഭയങ്കര ചെറുതുമാവും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ 2 സിംഗിൾ സൈസ് ബെഡ്ഷീറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഡബിൾ സൈസ് ബെഡ്ഷീറ്റ് എടുത്താൽ ഇതുപോലെ കവർ ചെയ്ത് നമ്മുടെ സെറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട കളറാക്കാം. ഇപ്പോൾ ഓൺലൈനിലാണ് ഒരുപാട് പ്ലെയിൻ ബെഡ്ഷീറ്റ് ഞാൻ കാണാറ്. കടകളിൽ പോകുമ്പോൾ കൂടുതലും പ്രിൻ്റുള്ള ബെഡ്ഷീറ്റാണ്. അതിലും നല്ലത് പ്ലെയിൻ ഷീറ്റ് ഉപയോഗിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഷീറ്റൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്തു. കുഷ്യൻ കവേഴ്സൊക്കെ ഇത് വെച്ചു നമ്മൾ ഈ രീതിക്കാക്കി. ഞാൻ ആദ്യം കുഷ്യൻ കവേഴ്സൊക്കെ തയ്ച്ചിട്ടൊക്കെ വെച്ചിരുന്നത്, അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അന്നും എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെയൊക്കെ വീഡിയോ അല്ലെങ്കിലും നോർമലിൽ ചെയ്യണം എന്ന്, മേക്ക് ഓവറൊക്കെ ചെയ്യണമെന്ന്. ഇപ്പം എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ അതിലേറെ സന്തോഷമാണ്. അപ്പോൾ സമയം 6 മണി കഴിഞ്ഞു. മക്കളൊക്കെ ഫ്രഷായി ഓൾറെഡി അവരിനി പഠിക്കാനായിട്ടിരിക്കുകയാണ്. ഞാൻ പോയി ഇതേ ഫ്രഷൊക്കെ ആയി വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക, അതിനൊക്കെ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ എക്സാം അല്ല അവിടെ എങ്ങനെയുണ്ടായിരുന്നു. മക്കളുടെ എക്സാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇസയാണല്ലോ കുറച്ച് വലിയ ക്ലാസ്. അവൾക്ക് ചില എക്സാമൊക്കെ ഇതിൽ ടഫ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചിലത്തിൽ മാർക്കൊക്കെ കുറയുമ്പോൾ നമുക്ക് വിഷമമാവും, ചിലത്തിലും അവൾ വിചാരിക്കാത്ത സബ്ജക്റ്റിൽ മാർക്ക് കിട്ടും. നമ്മൾ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്ന വിഷയത്തിന് മാർക്ക് കുറയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്കും വിഷമമാവും, നമുക്കും കുറേ പഠിപ്പിച്ചിട്ട് അയ്യോ ഇവരെന്താ മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ള സങ്കടം ഉണ്ടാവാം. അതിലൊന്നും വിഷമിക്കേണ്ട. എന്തായാലും നമുക്കിത് കിട്ടിയതൊരു ട്രയൽ എക്സാമാണ്. ഓക്കെ, ഇനി വരാൻ പോണ ഓണപ്പരീക്ഷയിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാം. ഇപ്പം മാർക്ക് കുറഞ്ഞതൊന്നും വിഷമിക്കേണ്ട കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം അവരെയൊക്കെ പഠിപ്പിക്കാതിന് ശേഷം സമയം 7:30 ഞാൻ ഇപ്പം ഒന്ന് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ്. വൈകുന്നേരം ചപ്പാത്തിയാണ്. അപ്പോൾ അതിന് പറ്റുന്നൊരു സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ. അപ്പോൾ സാധാരണ ഞങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കുള്ള കറി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഉച്ചയ്ക്കുള്ള കറി കഴിഞ്ഞു പോയി. അപ്പോൾ നമ്മൾ വൈകുന്നേരം കറി ഉണ്ടാക്കാൻ വരണേ. അല്ലെങ്കിൽ സാധാരണ ഞാൻ വൈകുന്നേരം കുക്കിംഗ് ഒന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് ഒന്നെങ്കിൽ അവരെ മക്കളെ പഠിപ്പിക്കാനുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോയുടെ എന്തെങ്കിലും വർക്ക് ഉണ്ടാവും. അപ്പോൾ പിന്നെയും കിച്ചണിൽ കയറിയാൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ സാധാരണ കൂടുതൽ പണികളും രാവിലെയും ഉച്ചയ്ക്കായിട്ടൊക്കെ ചെയ്ത് തീർക്കാണ് പതിവ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ കറിയാണ്. ക്യാരറ്റ് ഒരു 3 എണ്ണം വലുതെടുത്തിട്ടുണ്ട്, ഒരു 2 വലിയ ഉരുളക്കിഴങ്ങും കൂടി നമ്മളിങ്ങനെ ക്യൂബ്സ് ആയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിച്ചെടുക്കണം. ഉപ്പ് ചേർക്കുക, പച്ചമുളകും ചേർക്കുക. ഓക്കെ, നമ്മൾ പച്ചമുളക് ആണ് ഈ കറിയിൽ എരിവിന് ചേർക്കണം, അല്ലെങ്കിൽ കുരുമുളക് പൊടിയും കൂടി കുറച്ച് ചേർക്കും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതൊന്നും ഇട്ടിട്ടുള്ളൊരു കറിയല്ല, ഒരു വൈറ്റ് കളർ ഒരു കറി എന്ന് പറയാം. ഓക്കെ, ചാറ് കറി പോലെ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ കുക്കറിൽ നമ്മൾ വേവിച്ചെടുത്ത ശേഷം മാറ്റി വയ്ക്കുക. ഒരു 2 വിസിലോ 3 വിസിലോ മാക്സിമം മതി, അത് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതിലേക്ക് ഒരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. നന്നായി വഴറ്റി കൊടുത്ത ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർത്തിട്ടില്ല. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത ശേഷം നന്നായി സവാള വാടി വന്നെന്ന് തോന്നുമ്പോൾ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലാകെ ഞാൻ ചേർക്കുന്നത് ഗരം മസാല മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് പച്ചമുളകാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുളക് പൊടിയും ചേർക്കണ്ട. ആ നന്നായി ഒന്നൊരു സ്മെല്ല് മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ വെള്ളത്തോടു കൂടി തന്നെ നമ്മൾ ആ തവി കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പതുക്കനെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് വെജിറ്റബിളൊക്കെ ഒന്ന് ഉടഞ്ഞ് കഴിയുമ്പോൾ കറിക്ക് കുറച്ചൊരു തിക്നെസ് കിട്ടും. ജസ്റ്റ് ആ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്പൂൺ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി.
ഇനി എല്ലാം കൂടി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ എല്ലാം കൂടി യോജിക്കുമ്പോൾ ഉപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടില്ലെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യാം. ലാസ്റ്റിൽ കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അത് ചേർത്തിട്ട് കട്ടിയുള്ള തേങ്ങാപ്പാൽ മതിയിട്ട് ഒരു അര കപ്പായാലും മതി. അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ലാസ്റ്റായിട്ട് ഫൈനൽ ഒരു ടച്ചാണ്, ഒരു സ്മെല്ലിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ ടീസ്പൂൺ ഗരം മസാല ഒന്ന് തൂവി കൊടുക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് എരിവ് പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ടുള്ളൊരു കറി. അപ്പോൾ ഇത് നമുക്ക് കൂടുതലും കഴിക്കാൻ ഞങ്ങൾ വെള്ളയപ്പത്തിനോ അല്ലെങ്കിൽ ബ്രെഡ് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അധികം എരിവില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് കൂടുതലും ഈ മല്ലിപ്പൊടിയും അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ കൂടുതലായി ചേർത്ത കറികൾ കഴിക്കുമ്പോൾ നമുക്ക് നെഞ്ചിരിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള സിമ്പിൾ കറി. പിന്നെ ഒരു കാര്യമുണ്ട്, തേങ്ങാപ്പാൽ ഒഴിക്കുന്ന കറികൾ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴാട്ടോ തിക്നെസ് ആകുമ്പോൾ ടേസ്റ്റ് കൂടാട്ടോ. അപ്പോൾ അങ്ങനെ പ്രയറൊക്കെ എത്തിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞാൻ വന്നത് കിച്ചൺ ക്ലീൻ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ കിച്ചൻ്റെ സ്റ്റൗമ്മ് നിങ്ങൾക്ക് കണ്ടറിയാം കുറച്ച് അഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡയും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇത്തിരി നനച്ച് കൊടുക്കുക, എന്നിട്ട് സ്ക്രബ് ചെയ്താൽ മതി. ഈ പറഞ്ഞ പോലെ തന്നെ മക്കൾക്ക് വയ്യാതായി കഴിയുമ്പോൾ നമ്മുടെ റുട്ടീനേ മാറിപ്പോവും, നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ആ സമയത്ത് റുട്ടീനൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല, നമ്മുടെ ദിവസം എങ്ങനെയാണോ അതനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചില ജോലികൾ പെൻഡിങ് വരുമ്പോൾ ആ ജോലി പിന്നീട് ചെയ്ത് തീർക്കാന്ന് വെച്ചാൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എന്നാലും നമ്മൾ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈസി ആയില്ലോ. അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റൗവൊക്കെ സ്ക്രബ് ചെയ്ത് ഒരുവിധം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ മഴക്കാലമായി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പാത്രമൊക്കെ കഴുകാൻ വെച്ചാൽ വെള്ളമൊക്കെ നല്ല തണുത്ത് എടുക്കുന്നുണ്ടാവും. അപ്പം നമുക്ക് പാത്രം കഴുകാനേ തോന്നില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാലത്ത് വന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഫീല് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന്. പക്ഷേ വൈകുന്നേരം ഇത് ചെയ്യാൻ നിൽക്കുന്ന നേരത്തെ എനിക്ക് ശരിക്കും തോന്നും എല്ലാ ദിവസം സെയിം കാര്യം തന്നെ, എന്തോ ഒരു വ്യത്യാസമുള്ള ഒരു ദിവസം ഇതൊന്ന് ഇല്ലായിരുന്നെങ്കിൽ എന്നെനിക്ക് ചില നേരത്തെ തോന്നും. പക്ഷേ ഇത് ചെയ്യാതെ നമുക്ക് പറ്റില്ലല്ലോ. എന്നും റിപ്പീറ്റഡ് ആയിട്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഇത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം അത് പെൻഡിങ് ആകുമ്പോൾ അതിൻ്റെ ഇരട്ടി ജോലിയാവാണ് ചെയ്യണത്. അല്ലാതെ അത് സ്കിപ്പ് ചെയ്യാനായിട്ടൊരു ചാൻസ് ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ക്ലീനിങ്ങിൻ്റെ ഒരു പ്രോബ്ലം അതാണ്. നമ്മൾ എത്ര സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാലും എന്തോരം നമ്മൾ ചെയ്താലും ഇടയിൽ എന്തെങ്കിലും ഒരു ബ്രേക്ക് വന്നെല്ലാം തലകുത്തി പഴയ പോലെ അവിടെ കാണുമ്പോൾ എനിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അയ്യോ എന്തോരം ഞാൻ ബുദ്ധിമുട്ടി ഇതൊക്കെ ചെയ്ത് വെച്ചത്, ഒരു ദിവസം ഒരു ടൈം നമ്മൾ സ്കിപ്പായി കഴിയുമ്പോൾ എല്ലാം കൊളായി പോയല്ലോ എന്ന് തോന്നും. എന്നാലും നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ നല്ല മൊമെൻറ്റ്സും കൂടി, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടെൻഷനുള്ള പല മൊമെൻറ്റ്സ് ഉണ്ടാവും. ആ സമയത്ത് ഇത് നമുക്ക് കടന്നു പോകാതെ പറ്റില്ല. അപ്പോൾ ഞാനപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണുമ്പോൾ ഞാൻ ഹായ് കിച്ചണൊക്കെ എന്തൊരു ഭംഗിയായിരുന്നു, ഞാൻ എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ സെൽഫായിട്ട് വീണ്ടും നമുക്കത് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെ നമ്മളെ സെൽഫായിട്ട് ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും നല്ല മോട്ടിവേഷൻ. നമ്മൾ വേറെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ തന്നെ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് വലിയ കാര്യം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പോയി കുറച്ച് നേരം ഇരുന്ന് നിങ്ങളുടെ കമൻസൊക്കെ വായിക്കാനും, കുറേ ദിവസമായി നിങ്ങളുടെ കമൻസ് കാര്യമൊക്കെ വായിച്ചിട്ട്, അപ്പോൾ നിങ്ങൾ പറയുന്ന കമൻസിൻ്റെയൊക്കെ മറുപടി ഞാൻ വീഡിയോയിലൂടെയാണ് സാധാരണ പറയാറുള്ളത്. അതൊക്കെ മനസ്സിലാവുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ വരുന്നതായിരിക്കും. നിങ്ങൾ സജഷൻസ് കമൻറ്റ് ബോക്സിൽ മറക്കാതെ പറയണം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.